Good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീംഡ് ഇൻകം ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെക്ഷൻ 60 മുതൽ 65 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ഡീൽ ചെയ്യുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകത്തെ പറ്റിയിട്ടാണ്. സോ സെക്ഷൻ 60 പ്രകാരം ഇൻകം ടാക്സിലെ സെക്ഷൻ 60 പ്രകാരം ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിതൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, അതായത് നമ്മൾ ഇൻകത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് പക്ഷെ അസറ്റ്സിന് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ if a person transfer asset to another person without to transfer the ownership of the assets, the income from such asset shall be deemed to the income of the transfer. ഒരു അസസി അയാളുടെ ഇൻകം, ഒരു അസറ്റിൽ നിന്നുണ്ടാവുന്ന ഇൻകം എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അയാൾ ആ അസറ്റിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ അസറ്റിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകംസ് അത് അസസിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് ആണ്. രണ്ടാമത്തത് സെക്ഷൻ 61 പ്രകാരം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, അതായത് എപ്പോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു അസറ്റിനെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കോൺട്രാക്ട്സുകളാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. All income arise to any person on account of revocable transfer of assets shall be chargeable to income tax as the income of the transferors. അപ്പോൾ നമ്മൾ റിവോക്കബിൾ ട്രാൻസ്ഫർ പ്രകാരം നമ്മളൊരു അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകത്തെ അത് ട്രാൻസ്ഫർ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്താണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a transfer of asset containing a clause for re-transfer of asset in the future to the transferor. അപ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തുണ്ട്, ഈ ട്രാൻസ്ഫറർ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു, റീട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഭാവിയിൽ എന്തെങ്കിലും അതേ അസറ്റ് ട്രാൻസ്ഫറിനെ തിരിച്ച് നൽകണം എന്ന രീതിയിലുള്ള ഒരു ക്ലോസ് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ, റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയാം. Then transfer of asset containing a clause by which the transfer can resume the right over the asset or income. ഇപ്പൊ നമ്മളൊരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ട്രാൻസ്ഫർ അതിന് ക്ലോസ് വെക്കുകയാണ്. അതായത് അയാൾക്ക് എപ്പോ വേണമെങ്കിൽ ആ അസറ്റിന്റെ മേലോ അതില്ലെങ്കിൽ ആ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകത്തിന്റെ മേലോ അവകാശമുണ്ട് എന്ന രീതിയിലൊരു ക്ലോസ് വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയാം. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ്സുകൾ ഉണ്ടാവുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകംസ് ഒക്കെ ആരുടെ ബാധ്യതയായിട്ട് വരും, നമ്മുടെ ട്രാൻസ്ഫറുകളുടെ ബാധ്യതയായിട്ട് വരും. അയാളുടെ ഇൻകത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് ആ ഇൻകങ്ങളൊക്കെ നമ്മളെ ട്രാൻസ്ഫർ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അസസിയുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, ക്ലബ് ചെയ്യുന്നതാണ്. ദെൻ ഇൻകം ഓഫ് സ്പൗസ്, ഭാര്യയുടെ ഇൻകം. എപ്പോഴാണ് ഭാര്യയുടെ ഇൻകം നമ്മൾ അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യാന്ന് ചോദിക്കുന്നത്. So while computing income of individual, certain income will be included. ചില ഇൻകം, ഭാര്യയ്ക്ക് കിട്ടുന്ന ചില ഇൻകങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അസസിയുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. സോ ഇൻകം ഓഫ് സ്പൗസ് ബൈ വേ ഓഫ് സാലറി, കമ്മീഷൻ, ഫീസ് or any other remuneration from a concern which such individual has a substantial interest. അപ്പൊ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അസസിക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള റൈറ്റ് ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേൺ ഉണ്ട്, തന്റെ ഭാര്യയ്ക്ക് കിട്ടുന്ന സാലറിയോ കമ്മീഷൻസോ ഫീസോ എനി അതർ റെമ്യൂണറേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പേ ചെയ്യണം, ടാക്സ് പേ ചെയ്യണം, നമ്മളെ അസസി ടാക്സ് പേ ചെയ്യണം. അപ്പൊ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? സോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ അസസി അല്ലെങ്കിൽ ഇഫ് ദ ഇൻഡിവിജ്വൽ ബെനിഫിഷ്യലി ഓൾഡ് equity share carrying not less than 20% of voting power in a company. അപ്പൊ ഒരു കമ്പനിയുടെ കേസിലാണെങ്കിൽ നമ്മളെ അസസിയുടെ അസസി 20% കുറയാതെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ഹാവ് സം സബ്സ്റ്റാൻഷ്യൽ പവർ. അപ്പൊ അയാൾക്ക് എന്തായി, അയാളുടെ ഭാര്യനെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ സ്ത്രീ അല്ലെങ്കിൽ അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ആയതുകൊണ്ടാണ് ഇയാൾ റെക്കമെൻഡ് മുഖേനൊക്കെ എന്ത് ചെയ്യും, ജോലി സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ എന്താ ചെയ്യുക, നമ്മുടെ ഇൻകം ഓഫ് ഇൻഡിവിജ്വലിന്റെ കൂടെ
ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു പൗസ്. അപ്പൊ നമ്മളെ ഒരു അസറ്റ് എന്ത് ചെയ്തു, നമ്മൾ ഭാര്യക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മളെ ഇൻകം കുറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് എന്ത് ചെയ്തു, ഭാര്യക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോലും ഇഫ് ദ അസറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ ദി ഇൻഡിവിജ്വൽ ടു ഹിസ് സ്പൗസ്, അസസിയുടെ ഭാര്യക്ക് എന്ത് ചെയ്യാണ്, ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ, ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ആ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെങ്കിൽ the income from such asset will be included in the income of the transfer. അപ്പോ നമ്മളിങ്ങനെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഇല്ലാതെ നമ്മൾ ഭാര്യക്ക് ഇൻഡിവിജ്വൽ തന്റെ ഭാര്യക്ക് എന്ത് ചെയ്യുന്നു, ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ആ അസറ്റിന് ഉണ്ടാവുന്ന ഇൻകം എപ്പോഴും ട്രാൻസ്ഫർ ഇൻകത്തിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്ലബ് ചെയ്യുന്ന പറയുന്നത്. കാരണം എന്താ, ഇവിടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻകം ഫ്രം സച്ച് അസറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ എന്ന് പറയും. ദെൻ അടുത്തതാണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു അതർ പേഴ്സൺസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി ഹൗസ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു അസറ്റ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഭാര്യയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കേസ്? ഇഫ് എൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ അസറ്റ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ to some other person for the benefit of പൗസ്, അതായത് ട്രാൻസ്ഫറുടെ പൗസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനി ഇൻകം arise from such asset to be the person will be included in the total income of the transferor. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അസറ്റ്, ആ അസറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻകംസ് എറേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകംസ് ഒക്കെ ആരുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും, നമ്മളെ അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്ന പറയുന്നത്. Then following income shall not be included. ചില ഇൻകംസ് നമ്മൾ എന്തില്ല, ആഡ് ചെയ്യാറില്ല. എപ്പോഴൊക്കെയാണ് പൗസിന്റെ ഇൻകം ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യാത്തത്? ഫസ്റ്റ്, റെമ്യൂണറേഷൻ earned by spouse on the account of professional qualifications. അപ്പൊ തന്റെ ഭാര്യ അല്ലെങ്കിൽ അസസിയുടെ ഭാര്യക്ക് അയാൾ പഠിച്ച ക്വാളിഫൈഡ് ആയ കാര്യത്തിന് വല്ല സാലറിയോ ഇൻകമോ കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യില്ല. എന്തുകൊണ്ടാച്ചാൽ ഇത് അയാളെ മെറിറ്റ് കൊണ്ട് കിട്ടിയതാണ് ഈ ജോലി, അല്ലെങ്കിൽ അയാളെ പഠിച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കിട്ടിയ സാലറിയോ അല്ലെങ്കിൽ ഇൻകമാണ്. ആ ഇൻകം ഒരിക്കലും നമ്മൾ അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. Then if the assets are transferred for the adequate consideration, അപ്പൊ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആഡിക്വേറ്റുള്ള കൺസിഡറേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ അസറ്റ് ഒരിക്കലും എന്തെങ്കിലും, അല്ലെങ്കിൽ ആ അസറ്റിന് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകംസും ഒരിക്കലും നമ്മൾ അസറ്റിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ അസറ്റ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ കണക്ഷൻ വിത്ത് എഗ്രിമെന്റ് ടു ലൈഫ് പാർട്ണർ. അപ്പൊ അസസി എന്ത് ചെയ്യുന്നുണ്ട്, അസസിയുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യുന്നത്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് എന്തിനാ വെച്ചാൽ ലിവ് പാർട്ടായി നമ്മളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്തില്ല, നമ്മളെ ഇൻകത്തിന്റെ കൂടെ അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നില്ല. ദെൻ ഇൻകം ഓഫ് ഡോക്ടർ ഇൻ ലോ, അതായത് മരുമകളുടെ ഇൻകത്തെ പറ്റിയിട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഇൻകം ഓഫ് ഡോക്ടർ ഇൻ ലോ ഫ്രം ദി അസറ്റ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 1st May 1973 without adequate consideration shall be deemed to be income of the transferor. അപ്പൊ അമ്മായിച്ചൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറർ അല്ലെങ്കിൽ അസസിയുടെ മകന്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അസസി സ്വത്ത് ദാനം ചെയ്യാം. അവിടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള എന്തില്ല, കൺസിഡറേഷൻസ് ഇല്ല. പക്ഷെ ആ അസറ്റിന് ഇൻകംസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫറുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ഹെൽഡ് ആഫ്റ്റർ 31st May 1937. 1937 ശേഷമുള്ള ട്രാൻസാക്ഷൻ മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് ബാധകമായിട്ട് കാണിക്കുന്നുള്ളൂ. Then income from asset transfer to a person for the benefit of his son's wife. ഡോക്ടറിൻ ലോ തന്നെയാണ് അതും. അതായത് ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫർ ടു പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് സൺസ് വൈഫ്. അതായത് നമ്മൾ മറ്റൊരാൾക്ക് എന്താണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരുടെ, മകന്റെ ഭാര്യയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനത്തെ കേസാണെങ്കിൽ ഇഫ് എനി ഇൻകം arise to a person from the
asset transferred by individual after 31st May 1970 without adequate consideration for the benefit of son's wife shall be deemed. അപ്പൊ സൺസ് വൈഫിന് കിട്ടുന്ന ഇൻകം ഉണ്ടാവില്ലേ, ഈ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ ഒരു മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ്, ആ അസറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻകം അടക്കം നമ്മൾ എന്ത് ചെയ്യും, അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും അല്ലെങ്കിൽ ക്ലബ് ചെയ്യുന്ന പറയുന്നത്. ഇൻകം ഫ്രം ദി ബിസിനസ്സിലെ ഇൻകം നമ്മൾ അസസിയുടെ കൂടെ ആഡ് ചെയ്യുമല്ലോ നോക്കാം. If the individual transfer any asset to spouse or son's wife, അതായത് നമ്മൾ ഭാര്യക്കോ അതല്ലെങ്കിൽ മകന്റെ ഭാര്യക്കോ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാം വിത്തൗട്ട് എനി ആഡിക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ആൻഡ് സച്ച് അസറ്റ് ആർ ഇൻവെസ്റ്റഡ്. അപ്പോ നമ്മൾ ഭാര്യക്കോ മകനിക്കോ കൊടുത്ത ഒരു അസറ്റ്, ആ അസറ്റ് എന്ത് ചെയ്തു അവർ ബിസിനസ്സിലേക്കോ അതല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ദി പ്രൊപ്പോർഷണേറ്റ് പ്രോഫിറ്റ് ഓഫ് സച്ച് ബിസിനസ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻകം ഓഫ് ദി ട്രാൻസ്ഫർ. അപ്പോ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ആ കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെ കിട്ടിയത്, നമ്മള് ഭാര്യക്കോ മകനോ മകന്റെ ഭാര്യക്കോ ആഡിക്വേറ്റ് ആയിട്ട് കൺസിഡറേഷൻ ഇല്ലാതെ കൊടുത്ത ഒരു അസറ്റിൽ നിന്ന് ആ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്തത് എവിടെയാണ്, ബിസിനസ്സിലായിരുന്നു. അങ്ങനെയാണ് ആ ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ എത്ര ഭാഗമാണ് നമ്മൾ ആഡിക്വേറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത അസറ്റ്, അതിന്റെ തുല്യമായ എമൗണ്ട് മീൻസ് അതിന്റെ പ്രൊപ്പോർഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന പറയുന്നത്. സോ പ്രൊപ്പോർഷനേറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവില്ലേ ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ. അസസി ഭാര്യക്കോ മകന്റെ ഭാര്യക്കോ ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ പ്രൊപ്പോർഷണേറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യണം എന്നാണ്. ഇൻകം ഓഫ് മൈനർ ചൈൽഡിന്റെ ഇൻകം എന്ത് ചെയ്യും, ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദി പാരന്റ്സ് ഇൻകം. അപ്പൊ പാരന്റിന്റെ ഇൻകത്തിന്റെ കൂടെ എന്ത് ചെയ്യും, ഇൻകം ഓഫ് മൈനർ ചൈൽഡിന്റെ ഇൻകം ആഡ് ചെയ്യാറുണ്ട്. റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, വേർ ദി മാരേജ് ഓഫ് പാരന്റ് സബ്സ്റ്റൈൻസ്ഡ് ഇറ്റ് ഷാൾ ബി ഇൻക്ലബ്ഡ് ഇൻ ദി ഇൻകം ഓഫ് ദി പാരന്റ്. അപ്പോ നമ്മളെ മൈനർ ചൈൽഡ് ഏൺ ചെയ്യുന്ന ഇൻകം അത് അവരുടെ പാരന്റ്സിന്റെ മാരേജ് അവിടെ ഉണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് പാരന്റ്സിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്ന പറഞ്ഞു. സോ വേർ ദി മാരേജ് ഓഫ് ദി പാരന്റ് ഡസ് നോട്ട് സബ്സിസ്റ്റ്, അവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ പാരന്റ്സിന്റെ മാരേജ് നിലനിൽക്കുന്നില്ല, മേ ബി ദേ വർ ഡിവോഴ്സ്ഡ്, മേ ബി ദേ വർ സെപ്പറേറ്റഡ്, അങ്ങനെയാണെങ്കിൽ ആ കേസിൽ എന്താ ചെയ്യാം, ഇറ്റ് ഷാൾ ബി ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇറ്റ് ഷാൾ ബി ക്ലബ്ഡ് ഇൻ ദി ഇൻകം ഓഫ് പാരന്റ് ഹു മെയിൻറ്റെയിൻ ഇൻ ദി മൈനർ ചൈൽഡ് ഇൻ പ്രീവിയസ് ഇയർ. അപ്പൊ പ്രീവിയസ് ഇയറിൽ ആരാണോ മൈനർ ചൈൽഡിനെ നോക്കിയത് അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ഇൻകത്തിന്റെ കൂടെ ഈ ഇൻകം ക്ലബ് ചെയ്യുന്ന പറയുന്നത്. ഇനി ചില സമയത്ത് ഈ മൈനർ ചൈൽഡിന്റെ ഇൻകം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നില്ല, ക്ലബ് ചെയ്യുന്നില്ല. ഇൻ ദി കേസ് ബിലോ ക്ലബിംഗ് പ്രൊവിഷൻ ആർ നോട്ട് അപ്ലിക്കബിൾ. സോ ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി മാനുവൽ വർക്ക്സ്, അത് ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് അസറ്റ് അല്ലെങ്കിൽ ആ ഇൻകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പാരന്റ്സിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടാലന്റ് ഉള്ള പിള്ളേരൊക്കെ ഉണ്ടാവില്ല, മീൻസ് സ്കിൽസ് അല്ലെങ്കിൽ വർക്കിനെ പോയിട്ടൊക്കെ കുട്ടി ഏൺ ചെയ്യുന്ന മണി, ആ മണി നമുക്ക് പാരന്റ്സിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി ആക്ടിവിറ്റി ഇൻവോൾവിംഗ് എനി സ്പെഷ്യൽ അപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് നോളേജ് ടാലന്റ്. ഒരു ഉദാഹരണം നമ്മളറിയാം, നമുക്ക് കുറെ ബാലതാരങ്ങളുണ്ട്. ഈ ബാലതാരങ്ങളൊക്കെ അവർ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അവരുടെ സ്കില്ലാണ് അഭിനയം, ആക്ടിങ്. സോ ആക്ടിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവർ നോളജ് വെച്ചിട്ടോ വല്ല ഇൻകംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യേണ്ട, കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. The income of minor child is suffering from any disability of nature specified
അതുപോലെ നമ്മളെ മൈനർ ചൈൽഡിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസബിലിറ്റി എന്ന് വെച്ചോ, മീൻസ് ഹാൻഡിക്യാപ്ചർ ഒക്കെ ആണെങ്കിൽ അയാൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതല്ലെങ്കിൽ പാരന്റ്സിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ക്രോസ് ട്രാൻസ്ഫർ എന്ന് പറയും. ക്രോസ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇഫ് 2 or more transfer are interconnected are part of the same transaction, it shall be included in the transfer. അപ്പോൾ ഒരേപോലത്തെ 2-3 ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ എന്ത് ചെയ്യുന്നു, ഇന്റർകണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ, ഒരേപോലത്തെ അതിന്റെ പാർട്ടായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്ഫറുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, അത് ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ദെൻ ഇൻകം ഓഫ് കൺവേർട്ടഡ് പ്രോപ്പർട്ടി. Income of the converted property. The converted property means an individual property transferred after 31st December 1969 into the property of HUF. HUF Hindu undivided family. The income from such property shall be deemed to the income of the transfer. About the individual അയാളുടെ അസറ്റ് 31st December 1969 ശേഷം അയാൾ എന്ത് ചെയ്തു, ജോയിൻ ഹിന്ദു ഫാമിലിയിലേക്ക് എന്ത് ചെയ്തു, ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ അസറ്റ് അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ഇൻകം അത് ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്ന പറയുന്നത്. ദെൻ ബിനാമി ട്രാൻസാക്ഷൻസ്. ബിനാമി ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ when a person entered into transaction in the name of the person other than the real person. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരാളെ പേരിൽ എന്ത് ചെയ്യാൻ ഒരു ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയും. ബിനാമി നമ്മൾ കുറെ കേട്ടിട്ടുള്ള വാക്കാണ്. ദ ഇൻകം ഓഫ് ഫ്രം സച്ച് അസെറ്റ്. അപ്പൊ അങ്ങനത്തെ അസറ്റിൽ ഉണ്ടാകുന്ന ഇൻകംസ് എന്ത് ചെയ്യും, ഇത് റിയൽ പേഴ്സൺ ആരാണോ അയാളുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും. അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ അയാളുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ദെൻ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ.